അന്നേരം ഇത് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. രാജാവ് ചോദിക്കുകയും എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങേപ്പോലെ ഒന്ന് കഴിഞ്ഞാൽ മതി അങ്ങനെയൊക്കെ പറയും. ഇപ്പം നിനക്കിപ്പോൾ എന്നെപ്പോൾ ലേഖനായിട്ട് കഴിയണം, തെലുങ്ക് ലേഖനായിട്ട് കഴിയും. പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഒറ്റ പണികളെല്ലാം സർവ്വ പണികളും ചെയ്തു. പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് നിനക്ക് എന്നതാ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൊടുന്നതെല്ലാം പൊന്നായിരിക്കണമെന്നേ. അയാൾ പ്രത്യേകിച്ച് തൊടുന്നതൊക്കെ പൊന്നായിരിക്കണമെന്നേ. അയാൾ വീട്ടിൽ വന്ന് മുണ്ട് പാടില്ല, മുണ്ടെടുത്തപ്പോൾ മുണ്ട് പൊന്നായി. പിന്നെ ഷർട്ട് ഊരാൻ നോക്കിയപ്പോൾ ഷർട്ട് പൊന്നായി. പിന്നെ കിടക്കാൻ നോക്കിയപ്പോ കട്ടില് പൊന്നായി. എല്ലാം പൊന്നായി. അയ്യോ, ഈ വരവ് എനിക്ക് വേണ്ടായേ രാജാവേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കഞ്ഞി വെക്കാൻ കഞ്ഞിക്കാരൻ കൊടുത്തപ്പോ കഞ്ഞിക്കാരൻ പൊന്നായി. എങ്ങനെയാ കഞ്ഞി ഇടുന്നത്? എല്ലാം പൊന്നായി. അയ്യോ രാജാവേ, ഈ വരവ് എനിക്ക് വേണ്ടായി എന്ന് പറഞ്ഞു. ഇന്നലെ എന്ത് വരവാ വേണ്ടത്? എനിക്ക് നാല് അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനും ഒരു ചമ്മന്തി അരച്ച് കഴിക്കാനുള്ള വരം തന്നാ മതി എന്ന് പറഞ്ഞു. അവസാനം രാജാവ് അങ്ങനെ വരം കൊടുത്തു. അങ്ങനെ നാല് അരിയിട്ട് കഞ്ഞിയും വെച്ച് ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടാൻ പറ്റും, അയാൾ കഞ്ഞി കുടിക്കുമോ. അങ്ങനെ അയാൾ